ഏക് ദിൻ അലി പാർക്ക് ഗയ. എന്താണ് ഏക് ദിൻ അലി പാർക്ക് ഗയ. ഇവിടെ കണ്ടോ, ഏക് ഒരു, ദിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ദിവസം. അപ്പൊ എന്താ, ഏക് ദിൻ ഒരു ദിവസം. അലി അലി ഒരു കുട്ടിയുടെ പേരാണ്, അവിടെ കിടക്കട്ടെ. പാർക്ക് ഗയ, ഗയ എന്ന് പറഞ്ഞാൽ പോയി എന്നാണ്. ഗയ എന്ന് പറഞ്ഞാൽ പോയി. അപ്പൊ എന്തായി, ഏക് ദിൻ അലി പാർക്ക് ഗയ, ഒരു ദിവസം അലി പാർക്കിൽ പോയി അല്ലെങ്കിൽ പാർക്കിലേക്ക് പോയി എന്നായി. അല്ലേ? എങ്ങനെയാണോ മലയാളത്തിൽ അർത്ഥം വെക്കുന്നത് അതേ രീതി ആണല്ലോ. ഇവിടെ കണ്ടോ, ഒരു ദിവസം അലി പാർക്കിലേക്ക് പോയി എന്നായി. അല്ലേ? ഇത്ര സിമ്പിളാണ്. അടുത്താണ് ഉസ്നെ. ഉസ്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നാണ്. അവൻ, ഉസ്നെ എന്ന് പറഞ്ഞാൽ അവൻ തന്നെയാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഇപ്പോൾ അവൻ എന്നുള്ളതിന് നമ്മൾ എന്താണ് സാധാരണ വെഹെ, വോ എന്ന് പറയല്ലേ, സംസാരത്തിൽ വോ എന്ന് പറയും. വോ ആയ, അവൻ വന്നു. അപ്പോൾ വോ എന്നുള്ള വേർഡ് മാത്രമല്ല, ഉസ്നെ എന്ന് പറഞ്ഞാലും എന്താണ്, അവൻ തന്നെയാണ്. അവൻ, അവൾ എന്നൊക്കെ പറയും. ഇപ്പോൾ ഞാൻ പറയാണ്, ഞാൻ എന്നുള്ളതിന് ഹിന്ദി എന്താ പറയാ, മേ എന്നല്ലേ, അല്ലേ? മേ മേ മേനെ എന്നൊരു പ്രയോഗമുണ്ട്. മേനെ, മേനെ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. മേനെ എന്ന് പറഞ്ഞാൽ ഞാൻ. അതുപോലെ എന്താണ്, ഉസ്നെ എന്ന് പറയുന്നതാണ് അവൻ എന്നാണ്. അവൻ അവൾ എന്നൊക്കെ പറയാം. അപ്പൊ അവൻ ഏക് ഒരു, ലാൽ ചുവന്ന, ഗുബ്ബാര ബലൂൺ, ഗുബ്ബാര എന്ന് പറഞ്ഞാൽ ബലൂണാണ്. ബലൂൺ ദേക്ക എന്ന് പറഞ്ഞാൽ കണ്ടു എന്നായി. അപ്പൊ എന്തായി, ഉസ്നെ ഏക് ലാൽ ഗുബ്ബാര ദേക്ക എന്ന് വെച്ചാൽ അവൻ ഒരു ചുവന്ന ബലൂൺ കണ്ടു. അവൻ ഒരു ചുവന്ന ബലൂൺ കണ്ടു എന്നായി. അല്ലേ? മലയാളത്തിൽ അതേ രീതി അല്ലേ? അടുത്താണ് ഗുബ്ബാര ബലൂൺ. പേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം എന്നാണ്. മരം, പേട്മേ, മരത്തിൽ എന്നായി. മരത്തിൽ. ഇത് ഇവിടെ കണ്ടോ, മേ, ഈ മേ ഞാൻ എന്നുള്ള മേ അല്ല, ഇവിടെ ഉള്ളിൽ എന്നുള്ള മേ ആണ്. ഞാൻ എന്നുള്ള ആ ഒരു മേ ഉണ്ടല്ല, അതിന് രണ്ട് എന്തുണ്ട്, ഇങ്ങനെ ഒരു ഇതുണ്ട്, മാത്രഗോത്രമൊക്കെ അല്ല, രണ്ടെണ്ണമുണ്ട്. ഇതാകെ ഒന്നേ ഉള്ളൂ. അപ്പോൾ എന്തായി, പേട്മേ, ആ വള്ളിയില്ല, വള്ളി, ഒറ്റ വള്ളിയുള്ളൂ. ഞാൻ എന്നുള്ളതിന് രണ്ട് വള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായി, ഗുബ്ബാര പേട്മേ ബലൂൺ മരത്തിൽ ഫസ് ഗയ ഉണ്ട്. ഫസ് ഗയ അത് അങ്ങനത്തെ പഠിച്ചു വെക്കുക. ഫസ് ഗയ എന്ന് പറഞ്ഞാൽ കുടുങ്ങിയതാണ്. ഫസ് ഗയ കുടുങ്ങി. താന്ന് പറഞ്ഞല്ലോ ആയിരുന്നു എന്നല്ലേ. അപ്പൊ എന്തായി, ഫസ് ഗയാത്ത കുടുങ്ങിയിരുന്നു എന്നായി. ഫസ് ഗയാത്ത കുടുങ്ങിയിരുന്നു. അപ്പൊ എന്തായി, ഇവിടെ ഗുബ്ബാര പേട്മേം ഫസ് ഗയാത്ത, ബലൂൺ മരത്തിൽ കുടുങ്ങിയിരുന്നു. ബലൂൺ മരത്തിൽ കുടുങ്ങിയിരുന്നു. ഇനി അടുത്താണ് അലീനെ എന്ന് വെച്ചാൽ അലി, ആ കുട്ടി. അലി ഏക് ഒരു, ലംബി, ലംബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളമുള്ള എന്നാണ്. നീളമുള്ള, ലംബി നീളമുള്ള, ലക്കടി എന്ന് പറഞ്ഞാൽ വടി, ലി എന്ന് പറഞ്ഞാൽ എടുത്തുന്നായി. ലി എന്ന് പറഞ്ഞാൽ എടുത്തുന്ന. അപ്പൊ എന്തായി, ഇവിടെ കണ്ടോ, അലീനെ ഏക് ലംബി ലക്കടി ലി. അലീനെ ഏക് ലംബി ലക്കടി ലി എന്ന് വെച്ചാൽ അലി ഒരു നീളമുള്ള വടി എടുത്തു എന്നായി. അലി ഒരു നീളമുള്ള വടി എടുത്തു. ഇനി അടുത്ത സെന്റൻസ് ആണ്. ഇവിടെ കണ്ടോ, ഉസ്നെ അവൻ. ഇവിടെ കണ്ടോ, ഇവിടെ കണ്ടോ, ഉസ്നെ അവൻ. ഉസ്നെ അവൻ ധീരെ ധീരെ, ധീരെ ധീരെ അങ്ങനത്തെ പഠിച്ചു വെക്കുക. ധീരെ ധീരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യെ പയ്യെ അല്ലെങ്കിൽ പതുക്കെ പതുക്കെ. ഒരു പാടുണ്ടല്ലോ ഹിന്ദിയിൽ, ധീരെ ധീരെ സേ, അല്ലേ? കണ്ടോ, ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ. ഗുബ്ബാര ബലൂൺ നീച്ചെ, നീച്ചെ താഴെ, നീച്ചെ ലായ, ലായ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു എന്നാണ്. ലായ കൊണ്ടുവന്നു. അപ്പൊ എന്തായി, ഉസ്നെ ധീരെ ധീരെ ഗുബ്ബാര നീച്ചെ ലായ, അവൻ പതുക്കെ പതുക്കെ ബലൂൺ താഴെ കൊണ്ടുവന്നു എന്നായി. അവൻ പതുക്കെ പതുക്കെ ബലൂൺ താഴെ കൊണ്ടുവന്നു എന്നായി. ഇനി അടുത്താണ് തബ്ബി. തബ്ബി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്നാണ്. തബ്ബി ആ സമയത്ത്. തബ്ബി ഏക് ഒരു, ചോട്ട, ചോട്ട ചെറിയ, ചെറിയ, ലഡ്ക കുട്ടി, വഹ അവിടെ, ആയ വന്നു. വഹ എന്ന് പറഞ്ഞാൽ അവിടെ നട്ടോ, ആയ വന്നു. അപ്പൊ എന്തായി, തബ്ബി ഏക് ചോട്ട ലഡ്ക വഹ ആയ. എന്താർത്ഥം, ആ സമയത്ത് ഒരു ചെറിയ കുട്ടി അവിടെ വന്നു. ഒരു ചെറിയ കുട്ടി അവിടെ വന്നു എന്ന്, അല്ലേ? ആ ഓരോ മലയാളത്തിലല്ല, ആ മലയാളത്തിലും ഹിന്ദിയിലും ഒരേ ഇതാണ്, പൊസിഷനാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് വളരെ സിമ്പിളാണ്, അർത്ഥം വെക്കാനൊക്കെ വളരെ സിമ്പിളാണ്. ഇനി അടുത്താണ് വെഹെ. ഇത് വഹ്, വഹ് എന്ന് വായിക്കരുത്. ഇത് വായിക്കുമ്പോൾ വെഹ എന്ന് വായിക്കും. വെഹെ. ഓക്കെ, വെഹെ. വെഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവൻ എന്നാണ്. അവൻ, വെഹ, ആ കുട്ടിയില്ലേ, അവൻ
ഉദാസ്. ഉദാസ് എന്ന് പറയുന്നത് സങ്കടം എന്നാണ്, സങ്കടം. ഉദാസ്. ഥ എന്ന് പറഞ്ഞാൽ ആയിരുന്നു ആണല്ലോ, അപ്പം പറഞ്ഞല്ലോ. അപ്പം എന്തായി? വഹ ഉദാസ്ത, അവൻ ദുഃഖിതനായിരുന്നു, അല്ലെങ്കിൽ അവൻ സങ്കടത്തിലായിരുന്നു എന്നർത്ഥം. അവൻ ദുഃഖിതനായിരുന്നു. വഹ ഉദാസ്ത. മേ ഉദാസ്ത, ഞാൻ ദുഃഖിതനായിരുന്നു. ഓക്കെ. ഇനി അടുത്താണ് ഗുബ്ബാര, ബലൂൺ, ഉസ്ക ഥ. ഇവിടെ ഉണ്ടോ? ഉസ്ക എന്ന് പറഞ്ഞാൽ അവൻ്റെതാണ്. ഉസ്ക അവൻ്റെ. ഥ എന്ന് പറഞ്ഞാൽ ആയിരുന്നു. അപ്പം എന്തായി? ഗുബ്ബാര ഉസ്കാത്ത. ഗുബ്ബാര ഉസ്കാത്ത, ബലൂൺ അവൻ്റേതായിരുന്നു. ബലൂൺ അവൻ്റേതായിരുന്നു എന്നായി. ഗുബ്ബാര ഉസ്കാത്ത. ഗുബ്ബാര ഉസ്കാത്ത, ബലൂൺ അവൻ്റേതായിരുന്നു. ഇനി അടുത്താണ് അലീനെ. അലി. അലീനെ, അലി, ഗുബ്ബാര, ബലൂൺ, ഉസെ. ഉസെ അവന്, അവന്, അവന്. ഉസെ അവന്, ദേ ദിയ. ദേ ദിയറ കൊടുത്തു. ദേ ദിയറ കൊടുത്തു. അപ്പൊ എന്തായി? അലീനെ ഗുബ്ബാര ഉസെ ദേ ദിയ. അലീന്, അലി ബലൂൺ അവന് നൽകി അല്ലെങ്കിൽ കൊടുത്തു എന്നായി. അലി ബലൂൺ അവന് കൊടുത്തു. സിമ്പിളാണ്. അടുത്താണ് ഇവിടെ കണ്ടോ? ലടുക്ക, ആ കുട്ടി, ആ കുട്ടി, ലടുക്ക കുട്ടി. ബഹുത്, ബഹുത് ഖുശ് ഹുവ. ഇവിടെ ബഹുത് എന്ന് പറഞ്ഞാൽ വളരെ, അല്ലേ? വളരെ. ഖുഷ് എന്ന് പറയുന്നതാണ് സന്തോഷം. ഹുവ, ഹുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയി എന്നാണ്. ആയി. അപ്പം എന്തായി? ബഹുത് ഖുശ് ഹുവ. ഇത് ഒരു കാര്യം ചെയ്യാം. ഇത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ബഹുത് ഖുശ് ഹുവ, ബഹുത് ഖുശ് ഹുവ. എന്താ? ബഹുത് ഖുശ് ഹുവ, മുജെ ബഹുത് ഖുശ് ഹുവ എന്ന് പറയാം. ബഹുത് ഖുശ് ഹുവ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം ആയിന്ന്. അപ്പം എന്തായി? ലഡ്ക ബഹുത് ഖുശ് ഹുവ, കുട്ടി വളരെ സന്തോഷവനായി, അല്ലെങ്കിൽ കുട്ടിക്ക് വളരെ സന്തോഷം തോന്നി, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ. കുട്ടി വളരെ സന്തോഷവാനായി, അല്ലെങ്കിൽ കുട്ടിക്ക് വളരെ സന്തോഷം തോന്നി എന്നൊക്കെ പറയാം. അടുത്താണ് ഉസ്നെ, അവൻ. ഉസ്നെ അവൻ, അലിക്കോ. ഉസ്നെ അവൻ, അലിക്കോ. അലിക്കോ എന്നാണ് അലിനോട് എന്നാണ്. അലിനോട്. കരീംകോ, കരീമിനോട്. ആപ്കോ, നിങ്ങളോട്. അതൊന്നായി ഇവിടെ കണ്ടോ? ഉസ്നെ അവൻ, അലിക്കോ, അലിനോട്. ധന്യവാദ, നന്ദി എന്നാണ്. ധന്യവാദ്, നന്ദി. ദിയ, കൊടുത്തു, അല്ലേ? ദിയ എന്നാണ് കൊടുക്കുകയാണ്. അപ്പം എന്തായി? ഏകദേശം നമുക്ക് മനസ്സിലായല്ലോ. ഉസ്നെ അലിക്കോ ധന്യവാദ് ദിയ എന്ന് വെച്ചാൽ അവൻ അലിനോട് നന്ദി പറഞ്ഞു, അല്ലെങ്കിൽ നന്ദി കൊടുത്തു എന്ന് വെച്ചാൽ നന്ദി പറഞ്ഞു എന്നാണ്. നന്ദി പറഞ്ഞു. ഇനി അടുത്താണ് ദോനോ. ദോനോ രണ്ടുപേരും. ദോനോ രണ്ടുപേരും. സാത്മേ. സാത്മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് എന്നാണ്. ഒരുമിച്ച്. അപ്പം എന്തായി? ദോനോ സാത്മേ, രണ്ടുപേരും ഒരുമിച്ച്. ദോനോ സാത്മേ, രണ്ടുപേരും ഒരുമിച്ച്. ഖേലെ, കളിച്ചു. ദോനോ സാത്മേ ഖേലെ. ദോനോ സാത്മേ ഖേലെ, രണ്ടുപേരും ഒരുമിച്ച് കളിച്ചു. ഇനി അടുത്താണ് ഫിർ, പിന്നീട്. ഫിർ എന്നാണ് പിന്നീട്, അല്ലെങ്കിൽ പിന്നെ. ഫിർ പിന്നീട്. വേ എന്താണ്? വേ എന്നാട്ടോ. വേ. വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവർ എന്നാണ്. അവർ. വേ, അവർ. വേ, അവർ. ഹസ്തേ ഉവേ. ഹസ്തേ ഉവേ എന്താണ്? ഹസ്തേ ഉവേ. ഇത് അങ്ങനത്തെ പഠിച്ചു വെക്കുക. ഹസ്തേ ഉവേ, ചിരിച്ചു കൊണ്ട് എന്നാണ്. ചിരിച്ചു കൊണ്ട്. വേ ഹസ്തേ ഉവേ, അവർ ചിരിച്ചു കൊണ്ട്. അവർ ചിരിച്ചു കൊണ്ട്. അപ്പനെ, അവരുടെ, അതായത് തൻ്റെ. അവരുടെ. ഗർ എന്ന് പറഞ്ഞാൽ വീട് എന്നാണ്. ഗൈ എന്ന് പറഞ്ഞാൽ പോയി എന്നായി. അപ്പം എന്തായി? ഇവിടെ കണ്ടോ? ഫിർ വേ ഹസ്തേ ഉവേ അപ്പനെ ഗർ ഗൈ. ഒന്ന് പറയാം. ഫിർ വേ ഹസ്തേ ഉവേ അപ്പനെ ഗർ ഗൈ. ഗർ ഗൈ എന്താർത്ഥം? പിന്നീട് അവർ ചിരിച്ചു കൊണ്ട് അവരുടെ വീട്ടിൽ പോയി, അല്ലെങ്കിൽ വീട്ടിലേക്ക് പോയി എന്നായി. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഇനി അടുത്താണ് ഇവിടെ ഉണ്ടോ? ദഹ. ദഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ, അല്ലെങ്കിൽ അവൾ എന്നുള്ള അർത്ഥം മാത്രമല്ല, ആ എന്നുള്ള അർത്ഥമുണ്ട്. ആ എന്ന് പറയല്ലേ? ആ കസേര എന്ന് പറയല്ലേ? ആ കസേര, ആ പേന ഇങ്ങോട്ട് കൊണ്ടുപോടാ, ആ കസേര, അതന്നെ ആ ടേബിൾ എന്ന് പറയില്ലേ? ആ എന്നുള്ള അർത്ഥമുണ്ട്. ആ. അപ്പോൾ എന്തായി? വെഹ ദിൻ, ആ ദിവസം. വേ ദിൻ, ആ ദിവസം. ദോനോ കേലിയെ. ദോനോ കേലിയെ. ദോനോ രണ്ടുപേരും. കേലിയ വേണ്ടി എന്നാണ്. ഒന്ന് രണ്ടുപേർക്കും വേണ്ടി, അല്ലെങ്കിൽ രണ്ടുപേർക്കും എന്നൊക്കെ അർത്ഥം. ഓക്കെ. അപ്പോൾ ദോനോ കേലിയെ, രണ്ടുപേർക്കും. ബഹുത് വളരെ. അച്ഛാ ഥ, വളരെ നല്ല. ആയിരുന്നു, അല്ലേ? അപ്പം എന്തായി? ഇവിടെ കണ്ടോ? വെഹ ദിൻ, ആ ദിവസം. ദോനോ കേലിയെ, രണ്ടുപേർക്കും. ബഹുത് അച്ഛാ ഥ, വളരെ നല്ലതായിരുന്നു എന്നായി. വളരെ
നല്ലതായിരുന്നു. അപ്പം എന്തായി, ആ ദിവസം രണ്ടു പേർക്കും വളരെ നല്ലതായിരുന്നു എന്നർത്ഥം. ഇവിടെ ഉണ്ടോ, വേ ദിൻ ദോനോ കെ ലിയേ ബഹുത് അച്ഛാ ഥാ. ആ ദിവസം രണ്ടു പേർക്കും വളരെ നല്ലതായിരുന്നു. ഓക്കെ ആണല്ലോ. നമ്മുടെ ഓരോ വേർഡ് ഇങ്ങനെ ഓരോ വേർഡിൻ്റെ അർത്ഥം വെച്ച് പോയാൽ മതി, കറക്റ്റ് മീനിങ് വരും കേട്ടോ. വേ ദിൻ ആ ദിവസം, ദോനോ കെ ലിയേ രണ്ടു പേർക്കും, വളരെ ബഹുത് വളരെ, അച്ഛാ ഥ നല്ലതായിരുന്നു. ഇനി അടുത്താണ് ഗർ എന്ന് പറഞ്ഞാൽ വീടിലെ ഗർ. ഗർ ജാക്കർ, ജാക്കർ ജാക്കറിനെ പോയിട്ട്, ആക്കർ വന്നിട്ട്, ബൈഡ്കർ ഇരുന്നിട്ട്, പീക്കർ കുടിച്ചിട്ട് എന്ന് പറഞ്ഞേ, കാക്കർ കഴിച്ചിട്ട്. അതുപോലെ എന്താണ് ഗർ ജാക്കർ വീട്ടിൽ പോയിട്ട്, വീട്ടിൽ പോയിട്ട്, അലീനെ അലി അപ്നി തൻ്റെ, മാക്കോ മാക്കോ പറഞ്ഞാൽ അമ്മയോട് എന്നാണ്, അമ്മയോട് മാക്കോ അമ്മയോട്, സബ് കുച്ച് സബ് കുച്ച് എന്ന് പറഞ്ഞാൽ എല്ലാതും, സബ് കുച്ച് ബതായ എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ്, ബതായ പറഞ്ഞു. അപ്പം എന്തായി ഇവിടെ കണ്ടോ, ഗർ ജാക്കർ വീട്ടിൽ പോയിട്ട്, ഗർ ജാക്കർ വീട്ടിൽ പോയിട്ട്, അലി തൻ്റെ അമ്മയോട്, മാക്കോ അമ്മയോട്, സബ് കുച്ച് ബതായ എല്ലാം പറഞ്ഞു എന്നായി. അല്ലേ, എങ്ങനെയാണോ ആ ഒരു മലയാള രീതി അതേ രീതിയിലാണ്. നോക്കൂ, ഗർ ജാക്കർ അലീനെ അപ്നി മാക്കോ സബ് കുച്ച് ബതായ. അല്ലേ, വീട്ടിൽ പോയിട്ട് അലി തൻ്റെ അമ്മയോട് എല്ലാം പറഞ്ഞു, എല്ലാം പറഞ്ഞു. സബ് കുച്ച് ബത്തായ, സബ് കുച്ച് ബത്തായ. നിങ്ങൾ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇതന്നെ നിങ്ങളൊരു 3-4 തവണ കണ്ടു നോക്കൂ. നിങ്ങളുടെ ആ സംശയങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ കുറയും, ഉറപ്പാണ്. പക്ഷെ ക്ഷമയോടെ കാണണം ഒരു 2-3 തവണ. ഇനി അടുത്താണ് ഉസ്കി മാ. ഉസ്കി മാ അവൻ്റെ അമ്മ, അവൻ്റെ അമ്മ, ബഹുത് വളരെ, ഖുശ് ഹുയി, ഖുശ് ഹുയി എന്നർത്ഥം. എന്നുവെച്ചാൽ അവൻ്റെ അമ്മക്ക് വളരെ സന്തോഷം തോന്നി എന്നർത്ഥം. വളരെ സന്തോഷം തോന്നി, അല്ലെങ്കിൽ പറയാം അവൻ്റെ അമ്മ വളരെ അല്ലെങ്കിൽ സന്തോഷമുള്ളവളായി എന്നായി, സന്തോഷമുള്ളവളായി എന്ന് പറയാം. ഉസ്നെ, ഉസ്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മാത്രമല്ല, അവനുണ്ട് അവളിനൊക്കെ ഉണ്ട്. ഉസ്നെ, ഇനിയിപ്പോൾ ഒരു ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ നമുക്ക് ഉസ്നെ എന്ന് പറയാം, ഉസ്നെ. അപ്പം ഉസ്നെ അവൾ, ഇവിടെ അമ്മയാട്ടോ, അലിൻ്റെ അമ്മയാണ്. ഉസ്നെ അലി കി താരീഫ് കി. ഇവിടെ ഉണ്ടോ താരീഫ് കി. താരീഫ് കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകഴ്ത്തി എന്നാണ്. പുകഴ്ത്തി പറഞ്ഞു എന്ന് പറയല്ലേ, പുകഴ്ത്തി പറഞ്ഞു. ഒരാൾ ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പുകഴ്ത്തും ആണല്ലോ. അപ്പം അതിനാണ് നമ്മൾ താരീഫ് എന്ന് പറയുന്നത്. താരീഫ്, താരീഫ് കി എന്ന് പറഞ്ഞാൽ പുകഴ്ത്തി പറഞ്ഞു എന്നായി. അപ്പം എന്തായി, ഉസ്നെ അലി കി താരീഫ് കി. എന്താർത്ഥം, അവള് അലിയെക്കുറിച്ച് പുകഴ്ത്തി എന്നല്ല, പുകഴ്ത്തി പറഞ്ഞു എന്നൊക്കെ അർത്ഥമായി. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. സ്ക്രീൻഷോട്ട് എടുത്താൽ മാത്രം പോരാ, നിങ്ങൾ സ്വയം ഒന്ന് വായിച്ചിട്ട് എന്ത് ചെയ്യുക, പറഞ്ഞു നോക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉച്ചാരണം ഉണ്ടല്ലോ, ഈ വേർഡിൻ്റെ ഓരോ വേർഡിൻ്റെ ഉച്ചാരണം നിങ്ങൾ ഒരു 2-3 തവണ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു സ്ക്രീൻഷോട്ട് മാത്രം എടുത്താൽ പോരാ, എന്ത് ചെയ്യണം, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ വായിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അർത്ഥം വെക്കുക. അങ്ങനെ നിങ്ങൾ ഒരുപാട് ചെയ്യുമ്പോൾ നല്ല മാറ്റം വരും. അത് സംസാരത്തിലായിക്കോട്ടെ, അപ്പോൾ റീഡിംഗ് ആയിക്കോട്ടെ, എല്ലാം മാറ്റം വരും. आप सभी को मेरा बहुत बहुत धन्यवाद.